ഗസയിൽ ഇസ്രായേലി സൈന്യം പിന്മാറുന്നിടത്തെല്ലാം ഹമാസ് തിരിച്ചു വന്നു തുടങ്ങി എന്ന റിപ്പോർട്ടാണ് അവിടെ നിന്നിപ്പോൾ പുറത്തു വരുന്നത്. സൈനിക വേഷം ധരിച്ച ഹമാസിൻ്റെ ആളുകളെ നഗരത്തിലുടനീളം കാണാൻ സാധിക്കുന്നുണ്ട് എന്നും ഗ്രാമീണ മേഖലകളിലും ഇത് ദൃശ്യമാകുന്നു എന്ന തരത്തിലുമാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഹമാസിനുള്ള സ്വാധീനം വളരെ വ്യക്തമാണെന്നും അത് ഇല്ലാതാക്കാൻ ഇസ്രായേലിന് 2 വർഷം യുദ്ധം ചെയ്തിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവായി ഈ റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുകയാണ്. കരാർ വ്യവസ്ഥ പ്രകാരം ഗസയുടെ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ആദ്യഘട്ടത്തിൽ പിന്മാറണം എന്നുള്ളതായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചത്. അത് അക്ഷരം പ്രതി തന്നെ ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാര്യം സൈനിക പിന്മാറ്റമില്ലാതെ ബന്ദിമോചനം സാധ്യമാകില്ല എന്നുള്ളതാണ്. വ്യത്യസ്ത മേഖലകളിലും സ്ഥലങ്ങളിലും ആളുകളിലുമാണ് ബന്ദികൾ നിലനിൽക്കുന്നത്. അതിനെ സ്വരൂപിക്കാനും ഏകോപിപ്പിക്കണമെങ്കിലും സൈനിക പിന്മാറ്റം ആവശ്യമാണ്. അതിനപ്പുറം മറ്റൊരു തന്ത്രം കൂടി ഹമാസ് പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ പറയുന്ന കാര്യം, സൈനികർ ഗസയുടെ ഭാഗങ്ങളിൽ ഇരുന്നോട്ടെ, അവരാക്രമിക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഇല്ല. അവർ ടെൻറ്റിലോ ബന്ധപ്പെട്ട ഏരിയകളിലോ ഒതുങ്ങി നിൽക്കാം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഹമാസിൻ്റെ ആളുകൾക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇതിന് ഹമാസ് അംഗീകാരം നൽകിയിട്ടില്ല. അതിൻ്റെ കാര്യം, അവർ ചവിട്ടി നടക്കുന്ന ഭൂമിക്കടിയിൽ തന്നെയാണ്. അഥവാ ഇസ്രായേലി സൈന്യം ചവിട്ടി നടക്കുന്ന പ്രദേശത്തിൻ്റെ അടിഭാഗത്ത് തന്നെയാണ് ബന്ദികളുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ഏത് തരത്തിലാണ്, ഏത് ഭാഗത്ത് വെച്ചാണ് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലി സൈന്യത്തിന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് തങ്ങളുടെ രഹസ്യം ചോർന്നു പോകുന്നതിനും തുല്യമാണ്. കാര്യം, ഗസക്കകത്തും മധ്യ ഗസയുടെയോ കാൻ യൂണിസിൻ്റെയോ ഭാഗങ്ങളിലും ബന്ദികൾ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിനും അറിയാം, അത് ലോകത്തിനും അറിയാവുന്നതാണ്. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ ഭാഗങ്ങൾ എവിടെയെന്ന് നിർണ്ണയിക്കുന്ന കാര്യത്തിലാണ് ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തങ്ങളുടെ രഹസ്യമായിരിക്കുന്ന ഒരു രീതിയാണെന്നും അതൊരിക്കലും തങ്ങൾ പുറത്തുവിടില്ലെന്നും അതുകൊണ്ട് സൈനിക പിന്മാറ്റം അനിവാര്യമാണ് എന്ന് കർക്കശമായി തന്നെ പറഞ്ഞു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇസ്രായേൽ സൈന്യം അത് അംഗീകരിക്കുകയും സർവ്വമേഖലയിൽ നിന്നും അവർ പിന്മാറി തുടങ്ങുകയും ചെയ്തു. പിന്മാറിയതോടനുബന്ധിച്ച് പ്രദേശം വിട്ടുപോയിരിക്കുന്ന ഗസക്കാർ സംഘമായും കുടുംബമായും ഒറ്റക്കായും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പല മേഖലകളിൽ നിന്ന് പല മേഖലയിലേക്ക് ചെതറിപ്പോയ വിഭാഗമാണ്. അവരെല്ലാവരും ഏകോപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകൾ വളരെ സന്തോഷകരമായിരിക്കുന്ന കാഴ്ചയാണ് എന്ന് അൽ ജസീറ അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു. അവർക്ക് മുമ്പിൽ ഇനി വലിയ രീതിയിലുള്ള പ്രയാസങ്ങളുണ്ട്. വീട് നഷ്ടപ്പെട്ടവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട കുട്ടികൾ, അതിനപ്പുറം അവരിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകളെ കാണാതായവർ, മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചവർ, മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാതെയും കാണാതായവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ട് അങ്ങനെ പോകുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ 1ാം ഘട്ടത്തിലുള്ള ബന്ദിമോചനം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ, തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോടുകൂടി ഉണ്ടാവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. യുദ്ധ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. അത് അംഗീകരിച്ചതോടുകൂടി 72 മണിക്കൂറിനിടയിൽ ബന്ദികളെ മോചിപ്പിക്കണം എന്നുള്ളതാണ് കണക്ക്. അതോടനുബന്ധിച്ച് ചില നിർദ്ദേശങ്ങളും കൂടി ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗസയ്ക്ക് വേണ്ടിയിട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 250-ലധികം പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണം. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിടികൂടിയിരിക്കുന്ന 1700ഓളം പാലസ്തീനികളെ അവരെയും മോചിപ്പിക്കണം. ഈ 2 കരാറും ഏറെക്കുറെ ഇസ്രായേൽ അംഗീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം, ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പ്രശ്നമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ലോകത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ലെന്നും
ലോകത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരിക്കുന്ന റിപ്പോർട്ടായിട്ട് ഇപ്പോൾ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ഫലസ്തീനോടല്ല നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്, അവരൊരു പക്ഷേ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിച്ചെന്ന് വരും, പക്ഷേ നിങ്ങളിപ്പോൾ യുദ്ധം ചെയ്യുന്നത് ലോകത്തോടാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ച് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ ഗസയുടെ ഇസ്രായേലിൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. 2026 അഥവാ അടുത്ത വർഷമാണ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു പരാജയപ്പെടും എന്നുള്ളത് ഇപ്പം തന്നെ പുറത്തു വന്നിരിക്കുന്ന ചില റിപ്പോർട്ടുകളാണ്. ചില സൂചനകൾ ആ കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം, ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാത്ത യുദ്ധത്തിന് എന്തിനു നിന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. പാലസ്തീനുകളായിരിക്കുന്ന 23 ലക്ഷം ആളുകളുടെയും ശത്രുവായിട്ട് ഇസ്രായേലിനെ അവർ കാണുന്ന സമയത്ത് ഭാവിയിലും തലമുറ കൈമാറ്റം നടന്നാലും ഈ പ്രശ്നങ്ങൾ സങ്കീർണമായിട്ട് തന്നെ നിലനിൽക്കും. ജനിക്കാൻ പോകുന്ന കുട്ടികളും നിലവിലുള്ളവരും അല്ലാത്തവരുമായിരിക്കുന്ന വിഭാഗങ്ങളെല്ലാം ഇസ്രായേലിനെ ശത്രുവായിട്ട് കാണുന്ന സമയത്ത് ഭാവിയിൽ ഇത്തരം ആക്രമണം ഇനി ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന യുദ്ധത്തോടനുബന്ധിച്ച് അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശവും ഒരു ലക്ഷ്യവും അവർക്ക് പാലിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിലൊന്ന് ഹമാസിനെ ഇല്ലാതാക്കുക, അവരുടെ ആയുധങ്ങൾ നശിപ്പിക്കുക, അവരുടെ ഭാഗത്തുനിന്ന് ഒരു അക്രമം ഭാവിയിൽ ഉണ്ടാവാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, ബന്ദികളെ പൂർണ്ണമായി ഇസ്രായേലിൻ്റെ സൈന്യം മോചിപ്പിക്കുക, ഗസയിലെ പരമാധികാരത്തിൽ ഇടപെടുക, അതിൻ്റെ നിയന്ത്രണങ്ങൾ ഇസ്രായേൽ വശത്താക്കുക, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വളരെ കണിശമായിരിക്കുന്ന ചില നിലപാടുകളും നയങ്ങളുമായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. അതൊന്നും പാലിക്കാൻ വേണ്ടി സാധിക്കാതെ കുറേ ആളുകളെ കൂട്ടക്കൊല ചെയ്തു. ആ ചെയ്തതിൻ്റെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആ ചെയ്തതിൻ്റെ രാഷ്ട്രീയ ദുരന്തങ്ങൾ ഭാവിയിൽ ഇസ്രായേൽ തന്നെ അനുഭവിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നുള്ളതുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ സജീവമായിരിക്കുന്ന ചർച്ചകൾ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും പുതിയ ഇൻ്റർനാഷണൽ മീഡിയക്കാർ ഗസയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അവിടെ നിന്നുള്ള ഓരോരോ കാര്യങ്ങളും ലോകം ആകാംക്ഷയോട് കൂടിയും താല്പര്യത്തോടു കൂടിയുമാണ് വീക്ഷിക്കുന്നത്. ഗസ അല്ലെങ്കിൽ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അത് കഠിനമായത്, മുറിവേറ്റത്. അറബ് രാജ്യത്തിനും ഗസക്കാർക്കും പ്രദേശത്തിനും എല്ലാം വലിയ രീതിയിലുള്ള ആഴത്തിൽ മുറിവേറ്റ സംഭവമായിരുന്നു അത്. അന്നു മുതൽ പാലസ്തീൻ്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു പാലസ്തീൻ ലോകവേദികളിലുടനീളം. പക്ഷേ ആരും അതങ്ങനെ ശ്രവിച്ചിട്ടില്ല എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു പൊന്തിയിരിക്കുന്ന പതാക എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ കൊടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അതിൻ്റെ ആ വിപ്ലവകരമായിരിക്കുന്ന മുന്നേറ്റത്തിൻ്റെ തുടക്കം കുറിക്കപ്പെട്ടത്. ഫലസ്തീന് സ്വാതന്ത്ര്യം എന്നതിനപ്പുറം മറ്റൊന്നും തൃപ്തികരമല്ല. കൂട്ടക്കൊലകൾ 21-ാം നൂറ്റാണ്ടിൽ ഈ കൂട്ടക്കൊലകൾ അതിന് സാദൃശ്യമായിരിക്കുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്താനില്ല. എന്താണ് മൗനം പാലിക്കുന്നത്? ലോകമേ പുറത്തിറങ്ങൂ, പ്രതികരിക്കൂ എന്ന് ആദ്യം തന്നെ മുദ്രാവാക്യം വിളിച്ച് പുറത്തിറങ്ങുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്, ഫ്രാൻസുണ്ട്, ഇറ്റലിയുണ്ട്, ജർമ്മനിയുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ അധീശത്വം പിടിച്ചു പറ്റിയ ലോക കൊമ്പന്മാരായിരിക്കുന്ന രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്ന ഒരു അപൂർവമായിരിക്കുന്ന കാഴ്ചയാണ് ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് അത്ര വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വല്ലാതൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്ന കാഴ്ചകളൊന്നുമല്ല. ഇതൊരു വൈകാരികമായിരിക്കുന്ന ഇടപെടലാണ്. അവിടെ നടക്കുന്നത് ജൂത മതസ്ഥരും മുസ്ലിം മതസ്ഥരും തമ്മിലുള്ള വിഷയമല്ല. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തമ്മിലുള്ള വിഷയമാണ്. ഇത്രയും കാലം ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലകളും ക്രൂരതകളും ലോകം കണ്ടില്ലെന്നടിച്ചു അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദൃഷ്ടിപടത്തിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ 2021 ഒക്ടോബർ 7 ഹമാസിൻ്റെ അക്രമത്തോടു കൂടി സ്ഥിതിക്ക് വലിയ മാറ്റങ്ങളുണ്ടായി. അവരെ ലോകം ശ്രവിക്കാൻ തുടങ്ങി, ശ്രദ്ധിക്കാൻ തുടങ്ങി, അവരുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ആയ സമയത്ത് അത് ലോകാടിസ്ഥാനത്തിൽ വലിയ ചർച്ചയിലേക്ക് വന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. ഈ കാര്യമൊക്കെ ഒരു കുറിപ്പിൻ്റെ അകത്ത് ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഗസ ഇന്നലെ, ഇന്ന്, നാളെ എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പല പത്രങ്ങളും പല മീഡിയക്കാരും അതിന് ചരിത്രപരമായിരിക്കുന്ന റിപ്പോർട്ടുകളെ തയ്യാറാക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ കാര്യം ഗസക്ക് എങ്ങനെ ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
അവരുടെ ദർശനത്തിൽ നിന്നോ കാഴ്ചപ്പാടിൽ നിന്നോ നിലപാടിൽ നിന്നോ അവർ വ്യതിചലിക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി രാജ്യമായിരിക്കുന്ന ആ, ഇസ്രായേലിനോട് പടപൊരുതി അതിജീവിച്ച ഒരു സഹനത്തിൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ ഗസയ്ക്ക് പറയാനുള്ളത്. ഇതൊരു അതിജീവനത്തിൻ്റെ കഥയാണ്, ഇതൊരു വിജയത്തിൻ്റെ കഥയാണ്, ഇതൊരു മുന്നേറ്റത്തിൻ്റെ കഥയാണ് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.